Hello guys, welcome to my channel. അങ്ങനെ കുറേ ഇയേഴ്സിന് ശേഷം I am back with a new video. Today we are going to make a special chicken. ഇതിന്റെ പേരാണ് ചിക്കൻ മഹാൻ. ഇവിടുന്ന് എല്ലാവരെയും അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് മീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റി. ഞാൻ ഈ കയ്യോട് കാണിക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇവളിതെന്താ കയ്യോട് കാണിക്കുന്നത്? സംഭവമൊന്നുമല്ല, വാതിൽ ലോക്കായപ്പോൾ സിസ്റ്റർ വിളിച്ചിട്ടാണ് അൺലോക്ക് ആക്കി വെച്ചത്. അത്രയേ ഉള്ളൂ. നമ്മളുടെ ഫാമിലി ഒരു ജോയിന്റ് ഫാമിലി ആയതുകൊണ്ട് തന്നെ ഒരുപാട് കസിൻസ് ഉണ്ട്. എനിക്ക് എല്ലാവരും സെപ്പറേറ്റ് വീടെടുത്തിട്ടാണ് താമസിക്കുന്നത്. അങ്ങനെ ഒരു കസിന്റെ വീട്ടിലാണ് ഞാനിപ്പോൾ ഈ വീട്ടിന്റെ ഹൗസ് വാമിങ്ങിന് ശേഷം ഇന്നാണ് ഞാൻ ഇങ്ങോട്ട് വരുന്നത് കേട്ടോ. ഉച്ചക്ക് നല്ല വിഭവസമൃദ്ധമായ കിട്ടിലൻ ഊണുണ്ടായി. എന്റെ കസിൻ വിരുന്ന് വരുന്ന സമയത്ത് അവൾ ഉണ്ടാക്കി കൊണ്ടുവന്നതാണ് ഈ ക്രിസ്മസ് കേക്ക്. നല്ല ഒത്തന്റിക് ആയിട്ടുള്ള പ്ലം കേക്ക്. ഐസിംഗ് ഒക്കെ ചെയ്തിട്ട് കിച്ചണില് സലാഡിനും മഹാനും വേണ്ട പ്രിപ്പറേഷൻസ് നടക്കുന്നത്. ഡൈനിങ് ഏരിയന്റെ തൊട്ടടുത്തുള്ള ഒരു ഓപ്പൺ കിച്ചൺ ആണ് കേട്ടോ. ഇത് സെൻട്രോള്. ഇത് ഹാൻഡ് മെയ്ഡ് ഡ്രസ്സിനാട്ടാണ് കേട്ടോ. വളരെ ഭംഗിയോടെ അത് ചെയ്തിട്ടുണ്ടായി. ആ ഏരിയ തന്നെ കാണാൻ നല്ല ക്ലാസി ലുക്ക്. ഡൈനിങ് ഏരിയയിൽ നിന്ന് പുറത്ത് നോക്കുന്ന സ്ഥലത്തേക്ക് ഒരു വാട്ടർഫോള് പോലെ കൊടുത്തിട്ടുണ്ട്. പക്ഷെ അത് ലൈറ്റ് ഓൺ അല്ലായിരുന്നു. അപ്പോഴേക്കും വീട്ടിന്റെ ഉടമസ്ഥൻ വന്നിട്ടുണ്ട്. എല്ലാവരും സംസാരിച്ച് പിന്നെ ഓരോരാൾ ഓരോ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങി. പണിയെടുത്ത് ശീലമില്ലാത്തതുകൊണ്ടും പണിയെടുക്കാൻ മടിയായതുകൊണ്ടും ഞാൻ ആ ചായ കുടിച്ചിട്ട് വെറുതെ ഇരുന്നു. അപ്പോഴേക്കും ഈ ചിക്കൻ മഹാന്റെ പ്രിപ്പറേഷൻ സെക്കൻഡ് ഫേസിലേക്ക് എത്തിയിട്ടുണ്ടായിട്ടാ. പിന്നെയും പോയി നോക്കുന്ന സമയത്ത് തേർഡ് ടൈം ഏകദേശം പ്രിപ്പയർ ആയി വരുന്നുണ്ടായി. പിന്നെ നമ്മൾ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞിരിക്കലായി. അപ്പോഴേക്കും കുട്ടികളൊക്കെ ടീച്ചറും കുട്ടികളായിട്ട് കളിക്കുന്നുണ്ടായിരുന്നു. ഇതൊക്കെ ഒരു നൊസ്റ്റാൾജിക് വൈബാണ്. പണ്ട് കുട്ടിക്കാലത്ത് ഇതുപോലെ കസിൻസിന്റെ വീട്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മളും ഇങ്ങനെ തന്നെയാണ് ടീച്ചറും കുട്ടിയായി കളിക്കലൊക്കെ. അപ്പോഴാണ് പെട്ടെന്ന് എല്ലാവരും കൂടി പടക്കം പൊട്ടിക്കാൻ വേണ്ടിക്കേന്. പിന്നെ അങ്ങോട്ട് ഭയങ്കര വൈബായിരുന്നു. നിലച്ചക്രവും പൂക്കുറ്റിയും പൂത്തിരി അങ്ങനെ എന്തൊക്കെയോ ഐറ്റംസ് ഉണ്ടായിരുന്നു. ഇത് പൊട്ടിക്കുന്ന സമയത്താണ് സത്യം പറഞ്ഞാൽ ഭയങ്കരമായിട്ട് പേടിയാ. ഭയങ്കര സൗണ്ടായിരുന്നു. ഇത്ര അടുത്ത് ഞാൻ ഇതുവരെ ഇങ്ങനെ പൊട്ടിക്കുന്ന കണ്ടിട്ടുണ്ടായിട്ടില്ല. ഉള്ളിലൊരു പേടി ഉണ്ടെങ്കിലും കാണാൻ സംഭവം അടിപൊളി കഴിഞ്ഞു. ഇതൊക്കെ കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ചു. സോറി, ഫുഡിന്റെ പാർട്ടി ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയിട്ട്. ന്യൂ ഇയർ ആയതുകൊണ്ട് ന്യൂ ഇയർ കേക്ക് കട്ടിങ് ഒക്കെ അവിടെ വെച്ചിട്ടാണ് ഉണ്ടായത്. പ്രാവശ്യം ന്യൂ ഇയർ അലിഫ് വെച്ചിട്ടാണ് നമ്മൾ എല്ലാവരും ആഘോഷിച്ചത്. ഫസ്റ്റ് ടൈം ആണ് കേട്ടോ എല്ലാവരും ഇങ്ങനെ ഒത്തുകൂടുന്നത്. കേക്കൊക്കെ മുറിച്ച് അപ്രീപ്രീം ഷെയർ ചെയ്തു. ഫോട്ടോസും ഒക്കെ എടുത്ത് ഇപ്പോഴേക്ക് സമയം ഏകദേശം 1:30 മണിയായിട്ടുണ്ട്. പിന്നെ എല്ലാവരും അവരവരുടെ വീട്ടിലേക്ക് തിരിച്ചുപോയി. ഇതുപോലത്തെ വീഡിയോസിന് വേണ്ടി എന്റെ പേജ് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. വീഡിയോസ് ഇടാത്തതിൽ ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഈ 6 ഇയേഴ്സിന്റെ ഇടയിൽ എനിക്കുണ്ടായ സന്തോഷവും സങ്കടവും അച്ചീവ്മെന്റും ടേണിംഗ് പോയിന്റും ഒക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ പറയുന്നതാണ്.